നിങ്ങൾക്ക് ദൈവത്തിന് കൊടുക്കുവാനുള്ളത് സ്വന്തം ശരീരത്തിൽ ദൈവം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അമൂല്യനിധി കണ്ടെത്തിയ ശേഷം അത് അറിയിക്കുക എന്നുള്ളതാണ്. അതായത് ദൈവത്തെ സന്തോഷിപ്പിക്കുവാനുള്ള ഏക വഴി എന്ന് പറയുന്നത് ദൈവം നമ്മുടെ ഉള്ളിൽ ഒരു അമൂല്യനിധി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ഡിസ്കവറിങ് അവർ സെൽഫ്. നമ്മൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ അമൂല്യമായിട്ടുള്ള ആ നിധിയുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഡയമണ്ട്. നമ്മുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഡയമണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ട്രൂ പൊട്ടൻഷ്യലാണ്. ഇറ്റ് റിസൈഡ്സ് ഇൻ എ സീഡ്. നമ്മളാകുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ ഒരു സീഡിനകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളതാണ് നമ്മുടെ യഥാർത്ഥ മൂല്യമെന്ന് പറയുന്നത്. അത് അമൂല്യമാണ്. അത് നമ്മൾക്ക് മാത്രമേ കണ്ടെത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. നമുക്ക് മാത്രമേ അത് ഡെവലപ്പ് ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ. അതൊരു ലേണിംഗ് പ്രോസസ്സാണ്. അതിനാണ് നമ്മൾ സെൽഫ് എന്ന് പറയുന്നത്. നമ്മളിൽ ആ ഒരു കഴിവുണ്ട്. ലോകത്തെ പ്രചോദിപ്പിക്കുവാനായിട്ടുള്ളൊരു കഴിവുണ്ട്. ആ കഴിവ് കണ്ടെത്തേണ്ടത് മാത്രമാണ് നമ്മുടെ ഡ്യൂട്ടി. അത് കണ്ടെത്തിയ ശേഷം അത് ലോകത്തിൻ്റെ മുമ്പിൽ വിസ്മയപൂർവ്വം എത്തിക്കുക. ലോകം വിസ്മയിക്കട്ടെ. നമ്മളാകുന്ന ആ ഒരു അമൂല്യ നിധിയുടെ യഥാർത്ഥ വാഹകർ അല്ലെങ്കിൽ അതിൻ്റെ പ്രയോജനം മറ്റുള്ളവർക്ക് കിട്ടണം. വി ആർ ആക്ച്വലി ലീവിങ് ടു നമ്മളുടെ ആ പ്രകാശത്തെ ഉത്തേജിപ്പിക്കുവാനാണ്. ആ അമൂല്യമായിട്ടുള്ള ആ ഡയമണ്ടിനെ കണ്ടെത്തുവാനാണ്. കണ്ടെത്തിയ ശേഷം അത് മറ്റുള്ളവർക്ക് വെളിച്ചമാകുവാനാണ്. അപ്പം ദൈവം നമ്മുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ അമൂല്യ നിധി കണ്ടെത്തി ദൈവത്തെ അറിയിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ഡിസ്കവറി നടത്തപ്പെടുന്നത്. എന്താണ് ആ ഡിസ്കവറി എന്ന് പറയുന്നത്? ആ സെൽഫ് അല്ലെങ്കിൽ ഞാൻ, ഐ ആം എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഐ ആം ദാറ്റ്. ഞാൻ ദൈവത്തെ തിരിച്ചറിയുന്ന ആ നിമിഷം നമ്മുടെ ഉള്ളിലുള്ള ആ അമൂല്യ നിധിക്ക് ജീവൻ വെക്കും. ഞാനും ദൈവവും ഒന്നാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ആ അമൂല്യ നിധി പ്രകാശപൂർണമാകും, പ്രകാശപൂരിതമാകും. നമ്മുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ നിധി എന്ന് പറയുന്നത് നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്ന നമ്മുടെ മെസ്സേജാണ്. ആ മെസ്സേജിന് നമുക്ക് വേണമെങ്കിൽ ഒരു തൊഴിലുമായിട്ടോ അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർഷിപ്പുമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റോ സർവീസോ എന്തുമായിട്ടോ ബന്ധിപ്പിക്കാം. ആ അമൂല്യ നിധി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലിരിക്കാനുള്ളതല്ല, അത് പുറത്തെടുത്ത് മറ്റുള്ളവർക്കത് പ്രകാശപൂർണമാക്കാനുള്ളതാണ്.